കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന്റെ ഇന്നത്തെ കഴിഞ്ഞ നമ്മൾ ക്ലാസ്സിൽ സെറ്റ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ട് നമ്മുടെ +1 സെറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാണ്ട് നമുക്ക് ഈ പാർട്ട് 2 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എന്ന് എന്ന ടോപ്പിക് വരെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സബ്സെറ്റ് ആസ് ഇന്റർവെൽസ് ഓഫ് ആർ. നമ്മൾ സബ്സെറ്റുകളെ ഇന്റർവെൽ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. ലെറ്റ് എ ആൻഡ് ബി എനി ടു റിയൽ നമ്പേഴ്സ്. നമ്മൾ രണ്ട് റിയൽ നമ്പേഴ്സ് എടുക്കുന്നുണ്ട്, എയും ബിയും. അത് ഏതൊരു റിയൽ നമ്പർ ആയിരിക്കോട്ടെ. ഇഫ് എ ലെസ് ദാൻ ബി, എ എന്ന് പറയുന്നത് ബിയിനേക്കാളും ചെറുതാണെങ്കിൽ, അതിൽ ഒന്നാമത്തെ പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. അതായത് എക്സ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിയൽ നമ്പറിന്റെ സെറ്റിലെ ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സിന്റെ വാല്യൂ ബിയിനേക്കാൾ ചെറുതും എയിനേക്കാൾ വലുതുമാണ്. ഈസ് നോൺ ആസ് ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി. അപ്പൊ നമുക്ക് ഈ ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിനോട്ട് ചെയ്യുന്നത് ലെസ് ദാൻ ആയാലും വെറും ഗ്രേറ്റർ ദാൻ ആയാലും ഈക്വൽ ടു ഇല്ലാണ്ട് നമ്മൾ ലെസ് ദാൻ എന്നോ ഗ്രേറ്റർ ദാനോ എന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ഇന്റർവെല്ലാണ് കാണിക്കുന്നത്. ഓപ്പൺ ഇന്റർവെല്ലിന് നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് കാണിക്കുക. അപ്പം നമുക്കത് ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാച്ചാൽ നമ്മൾ അതിനെ ഹോൾ ഇടാണ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ലീനിയർ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഗ്രാഫ് വരച്ചിട്ട്, ഫോർ എക്സാമ്പിൾ -2, 3 ഓപ്പൺ ഇന്റർവെല്ലിലാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ലീനിയർ ഗ്രാഫ് വരയ്ക്കുക. 0, 1, 2, 3. അതിൽ ഇപ്പുറത്തെ വാല്യൂ -1, -2, -3. ഇനി ഇവിടെ ഓപ്പൺ ഇന്റർവെല്ലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഹോൾ ഇടാണ് ചെയ്യേണ്ടത്. -2ലും -2ല് ഒരു ഹോൾ ഇടാം, അതുപോലെ 3ൽ ഒരു ഹോൾ ഇടാം. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇന്റർവെല്ലിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ പോയിന്റ് പറയണത് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. ആർ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ആ എടുത്തിരിക്കുന്ന എക്സിന്റെ വാല്യൂ ബിയും ബിയിനേക്കാളും ചെറുതും എയും എയിനേക്കാൾ വലുതുമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാലും അവിടെ നമ്മൾ കാണിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ എന്നാണ്. ക്ലോസ്ഡ് ഇന്റർവെലിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ക്ലോസ്ഡ് ഇന്റർവെലിനെ ഡിനോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു ലീനിയർ ഗ്രാഫിലിയർ റെപ്രസെന്റേഷൻ ആവുമ്പോൾ 0 ഉണ്ടാവും, ഇപ്പുറത്ത് 1, 2, 3, 4, 5. ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ -1, -2. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതിൽ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യണം. അപ്പൊ പ്ലോട്ട് ചെയ്യണ സമയത്ത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. അതുപോലെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പൊ നമ്മൾ 2ല് ഒരു റൗണ്ട് ഇടാം, അതുപോലെ 5ലും ഒരു റൗണ്ട് ഇടാം, ആ നമ്പേഴ്സിൽ റൗണ്ട് ഇടാം. ഇനി ഇവിടെ പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇട്ട റൗണ്ടിനെ ഒന്ന് ബോൾഡ് ചെയ്യുക, ഡാർക്ക് ആക്കുക 2 റൗണ്ടിന്. അപ്പൊ ഈക്വൽ ടു എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും? അത് ഡാർക്ക് ആയിരിക്കും. ഇങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തത്
എക്സ് ലെസ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. ആർ എന്ന് പറയുന്ന സെറ്റിൽ ഒരു നമ്പർ എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ ആ എടുത്തിരിക്കുന്ന എക്സിന്റെ വാല്യൂ ബിനേക്കാൾ ചെറുതും എയും എയിനേക്കാൾ വലുതുമാണ്. അപ്പൊ അവിടെ സെമി ക്ലോസ്ഡ് ഇന്റർവെല്ലാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ, അത് ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ടേമും വന്നിട്ടുണ്ട്, പിന്നെ വെറും ലെസ് ദാൻ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ആദ്യം ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി ആണ് അടുത്തത് വരുന്നത്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ ആ ഭാഗം വെറും ലെസ് ദാൻ മാത്രമുള്ള അപ്പൊ ഓപ്പൺ ഇന്റർവെൽ ആണ്. ഇതാണ് വരാം. ഇത് നമ്മളിപ്പോ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 2,4 ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെല്, ഇവിടെ ഓപ്പൺ ഇന്റർവെല്. ഇത് നമ്മൾ എഴുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 എന്ന് വേണം എഴുതാൻ. ഇനി നമ്മളിത് ഗ്രാഫിക്കലി ആണ് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഇത് 0, ഇവിടെ 1, 2, 3, അതുപോലെ 4. ഇങ്ങോട്ടുള്ള വാല്യൂ ആണെങ്കിൽ -1, -2 അങ്ങനെ വരും. ഇനി 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുക. 2ൽ ഒരു റൗണ്ട് ഇടുക, 4ലും ഒരു റൗണ്ട് ഇടുക. ഇനി 2ന്റെ ഭാഗത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അപ്പൊ ആ ഭാഗം ഒന്ന് ബോൾഡ് ചെയ്യുക, മറ്റേത് അതുപോലെ തന്നെ ഹോൾ ആയിട്ട് തന്നെ ഇടുക. ഇതാണ് ഇതിന്റെ ഗ്രാഫ് വരാം. ഇനി നെക്സ്റ്റ് വൺ ആണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഇത് ആർ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എയുടെ അവിടെ ലെസ് ദാൻ ആണ്, അപ്പൊ ഓപ്പൺ ഇന്റർവെൽ ആണ്. ബിയുടെ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് വരാം. ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,4 തന്നെ എടുത്തു. നമ്മൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് 0, അതുപോലെ 1, 2, 3, 4 ഇപ്പുറത്ത് നെഗറ്റീവ് സൈഡ് വരുന്നുണ്ട്. നമ്മൾ 2ൽ ഒരു ഹോൾ ഇടുക, അതുപോലെ 4ൽ ഒരു ഹോൾ ഇടുക. ലെസ് ദാൻ എന്ന് പറയും, ഇവിടെ 2ന്റെ അവിടെ ഓപ്പൺ ആണ്, അപ്പൊ ഹോൾ അങ്ങനെ തന്നെ ഇരിക്കുക. 4ന്റെ അവിടെ ക്ലോസ്ഡ് ആണ്, അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ഡാർക്ക് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഗ്രാഫ് വരാം. അപ്പൊ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ആക്കാം, ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലെസ് ദാനോ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു വെറും ലെസ് ദാനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആണ്. ഓപ്പൺ ഇന്റർവെൽ ഇടുക, വെറുതെ സാധാരണ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്ന പോലെ ഇടാണ് ഇടുക. ക്ലോസ്ഡ് ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക. അടുത്തത് ഇൻഫൈനൈറ്റ് ഇന്റർവെൽസ് എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്, റോസ്റ്റർ ഫോം തന്നിട്ടുണ്ട്, ഗ്രാഫും തന്നിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോം നമുക്ക് നോക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇപ്പൊ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യമാണ്. രണ്ടും മൈനസ് ഇൻഫിനിറ്റി വന്നിട്ടുണ്ട്, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പൊ എക്സിന്റെ അവിടെ രണ്ടും ലെസ് ദാൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഓപ്പൺ ഇന്റർവെല്ല് മൈനസ് ഇൻഫിനിറ്റി കോമ ഇൻഫിനിറ്റി എന്ന് എഴുതാം. അതിന്റെ ഗ്രാഫാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ലെസ് ദാൻ ആണ്, അപ്പൊ ഓപ്പൺ ഇന്റർവെൽ ആണ്. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി കോമ 0 എന്ന് എഴുതാം, ഓപ്പൺ ഇന്റർവെൽ എഴുതാം. നെക്സ്റ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി 0 എഴുതാം. ഇൻഫിനിറ്റിയുടെ ഭാഗത്ത് മൈനസ് ഇൻഫിനിറ്റിയുടെ ഭാഗത്ത് ഓപ്പൺ ഇന്റർവെൽ ആണ്, കാരണം വെറും ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ 0ന്റെ ഭാഗത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്, അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. അടുത്ത 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി, അപ്പൊ അത് രണ്ടും 0 കോമ ഇൻഫിനിറ്റി ഇടാം. ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ, അപ്പൊ ഓപ്പൺ ഇന്റർവെൽ. നെക്സ്റ്റ് വൺ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 0ന്റെ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് കൊണ്ട് അവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഇൻഫിനിറ്റിയുടെ ഭാഗത്തിൽ വെറും ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അവിടെ ഓപ്പൺ ഇന്റർവെൽ ഇടാം. ക്ലോസ്ഡ് ഇന്റർവെൽ വരുന്ന ഭാഗത്ത് നമ്മൾ ബബിൾ ചെയ്യണ സമയത്ത് അത് ഡാർക്ക് ചെയ്യാം.
ഇനി അടുത്തത് സിമെട്രിക് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ടു എനി സെറ്റ്സ്, എയും ബിയും ഏത് രണ്ട് സെറ്റ് ആയിക്കോട്ടെ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ആണ്. ഇത് നമ്മൾ പഠിക്കേണ്ട ഐഡന്റിറ്റി ആണ് ഈ തന്നിരിക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്തിന്? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ലോസും കാര്യങ്ങളും പഠിക്കണം. ഇത് കാണാതെ പഠിച്ചു വെക്കണം. ലോസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഐഡം പൊട്ടന്റ് ലോ, അതാണ് ഒന്നാമത്തെ ലോ. ഐഡം പൊട്ടന്റ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ എ ഈക്വൽ ടു എ ആണ്. ഏത് രണ്ട് സെറ്റുകൾ തമ്മിൽ യൂണിയൻ ചെയ്താലും എ തന്നെയായിരിക്കും. അതേപോലെ അതേ സെയിം രണ്ട് സെറ്റുകൾ എടുത്തിട്ട് ഇന്റർസെക്ഷൻ കണ്ടാലും നമുക്ക് എ തന്നെയായിരിക്കും. അതിനെയാണ് ഐഡം പൊട്ടന്റ് ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഐഡന്റിറ്റി ലോ എന്ന് പറയുന്നത്. എന്താ ഐഡന്റിറ്റി ലോ എന്ന് പറഞ്ഞാൽ ഫൈയും എ എന്ന് പറയുന്ന സെറ്റുമായിട്ട് നമ്മൾ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എ തന്നെ ആയിരിക്കും. അതുപോലെ എയും യൂണിയൻ എന്ന് പറയുന്ന സെറ്റുമായിട്ട് യൂണിയൻ ചെയ്താലും നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടുള്ള യു ആണ് കിട്ടുക. അതാണ് ഐഡന്റിറ്റി ലോ എന്ന് പറയുന്നത്. അതേപോലെ ഇന്റർസെക്ഷന്റെ കേസും ഉണ്ട്. എ ഇന്റർസെക്ഷൻ ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. ഇവിടെ എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ യു ആണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ എ ഇന്റർസെക്ഷൻ എ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എ ആണ് വരാം. ഇനി മൂന്നാമത്തതാണ് അസോസിയേറ്റീവ് ലോസ് എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഈക്വൽ ആണ് എ യൂണിയൻ ബി, അതൊരു ബ്രാക്കറ്റില് യൂണിയൻ സി. ഇതേപോലെ നമുക്ക് ഇന്റർസെക്ഷന്റെ കേസിലും പറയാൻ പറ്റും. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, അത് ഈക്വൽ ആണ് എ ഇന്റർസെക്ഷൻ ബി ബ്രാക്കറ്റ് ഇട ഇന്റർസെക്ഷൻ സി. ഇതിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് ലോസ് എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂട്ടേറ്റീവ് ലോസ് ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബി തന്നെയാണ് ബി യൂണിയൻ എയും. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയാം. ഇവിടെ നമുക്ക് 3 വേരിയബിൾ വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. സോറി, ഇതാ ഇവിടെ തന്നിട്ടുണ്ട് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അതുപോലെ അടുത്ത് തന്നിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്ന ലോ. എന്താ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞ ഈ യൂണിയനെ ഉള്ളിലേക്ക് എടുത്ത എ യൂണിയൻ ബി, അതൊന്ന് ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അതേപോലെ നമുക്ക് ഇന്റർസെക്ഷന്റെ കേസും നമുക്ക് പറയാൻ പറ്റും. അതായത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റത്തെയാണ് ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് എ കോംപ്ലിമെന്റ്. ഇവിടെ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ആകുമ്പോൾ ഇന്റർസെക്ഷൻ ആക്കാം ബി കോംപ്ലിമെന്റ്. അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതണ സമയത്ത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷന് പകരം യൂണിയൻ ആക്കുക യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോംപ്ലിമെന്റ് ലോ എന്ന് പറയുന്നത്.
അതായത് എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈ ആണ്. കാരണം എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ളതിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ളതാണ്. അപ്പൊ ഒരിക്കലും എ എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെന്റ്സ് അതിൽ വരില്ല. അതുകൊണ്ട് അതെന്താണ്? ഫൈ ആണ്. പിന്നെ യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ അത് ഫൈ ആണ്. അതുപോലെ ഫൈന്റെ കോംപ്ലിമെന്റ് എടുത്താൽ അത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇതാണ് കോംപ്ലിമെന്റ് ലോ എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ ലോയാണ് എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ. അപ്പൊ നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് തരാന്ന് വിചാരിക്കാം. ഒരു യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തരാണ് 1 2 3 4 അതുപോലെ 5 6 7 8 ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് എ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെറ്റ് തരാണ് 2 4 6. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എ കോംപ്ലിമെന്റ്, ഇതിന്റെ എ കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞ എന്താ? ഈ എ എന്ന് പറയുന്ന സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ളത്. അപ്പൊ 2ഉം 4ഉം 6 ഇതിന്ന് കളഞ്ഞ ബാക്കി 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇതാണ് എന്ത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഈ സെറ്റിന്റെ ഓൾ കോംപ്ലിമെന്റ് എടുത്ത് എന്താ? ഇതിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കുക. അപ്പൊ ബാക്കിയുള്ളത് ഇതിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയ 2 ഉണ്ടാവും, 4 ഉണ്ടാവും, 6 ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? എ ആണ്. ഇനി നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ മൈനസ് ബി. എയും ബിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആയിരിക്കും. അതായത് എയും ബിയും ഈക്വൽ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എയും ബിയും തമ്മിലുള്ള യൂണിയൻ കണ്ടാലും എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ കണ്ടാലും ഈക്വൽ ആയിരിക്കും. ഇനി 11ാമത്തെ പറയണത് ഇഫ് ബി സബ്സെറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ മൈനസ് ബി യൂണിയൻ ബി എന്ന് പറയുന്നത് എ ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ മൈനസ് ബി യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ. ഇനി ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു എയും ബിയും ഇന്റർസെക്ഷൻ കണ്ടാൽ ഫൈ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും ഡിസ്ജോയിന്റ് സെറ്റ്. ഇനി ഡിസ്ജോയിന്റ് സെറ്റ് അല്ലാത്ത സെറ്റുകളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഈക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് n ഓഫ് എ യൂണിയൻ ബി is equal to n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതേപോലെ n ഓഫ് എ യൂണിയൻ ബി is equal to n ഓഫ് എ മൈനസ് ബി പ്ലസ് n ഓഫ് ബി മൈനസ് എ പ്ലസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. അതേപോലെ തന്നെയാണ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ യൂണിയൻ ബി. അടുത്തത് n ഓഫ് എ കാണുന്നുണ്ടെങ്കിൽ n ഓഫ് എ മൈനസ് ബി പ്ലസ് n ഓഫ് എ ചെയ്താൽ എ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്താൽ മതി. ഇനി രണ്ടും ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി കാണുന്ന സമയത്ത് ഇവിടുത്തെ മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ടേം ഫൈ ആയി പോവും. അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഡിസ്ജോയിന്റ് സെറ്റിൽ n ഓഫ് എ പ്ലസ് n ഓഫ് ബി മാത്രമേ ഉള്ളൂ. ഇനി 3 സെറ്റ് ആണെന്നുണ്ടെങ്കിൽ n ഓഫ് എ പ്ലസ് n ഓഫ് ബി പ്ലസ് n ഓഫ് സി വരും. അടുത്തത് എക്സ്ട്രാ ഫോർമുലാസ് ആണ്. അതായത് n ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ n ഓഫ് എ മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി.
അതുപോലെ n ഓഫ് a മൈനസ് ബി is equal to n ഓഫ് a യൂണിയൻ ബി മൈനസ് n ഓഫ് ബി എന്നും എഴുതാം. അതുപോലെ n ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ n ഓഫ് ബിയിൽ നിന്ന് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ n ഓഫ് എ യൂണിയൻ ബിയിൽ നിന്ന് n ഓഫ് എ മൈനസ് ചെയ്യാം. n ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് n ഓഫ് എ മൈനസ് ചെയ്യാം. അതേപോലെ n ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ n ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ വരാം. അതുപോലെ n ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് is equal to n ഓഫ് യു മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി n ഓഫ് എ ഓൺലി പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് എന്നാണെന്നുണ്ടെങ്കിൽ n ഓഫ് എ മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് n ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതാണ് എക്സ്ട്രാ ഫോർമുലാസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ്. അടുത്ത ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സെറ്റിനെ ഗ്രാഫിക്കലി അല്ലെങ്കിൽ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് ആണ് എന്ത് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ക്ലോസ്ഡ് ഫിഗേഴ്സ്. ഇതിന് നമ്മൾ എടുക്കുക 2 ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ് എടുക്കുക. എ റെക്ടാങ്കിൾ ഫോർ യൂണിവേഴ്സൽ സെറ്റ്. നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ ഒരു റെക്ടാങ്കിൾ ആയിട്ടാണ് എടുക്കുക. അപ്പൊ ഈ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതുപോലെ അതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന 2 സർക്കിൾ സ്പിയർ എന്ന് പറയുന്നത് ഓവൽ ഷേപ്പ് എന്ന് പറയുന്നത് സെറ്റുകളാണ്, 2 സെറ്റുകളാണ്. ഇഫ് 2 introduced by 2 mathematicians John Venn and Euler, hence it is known as Venn-Euler diagram or simplify Venn diagram. അപ്പൊ ഇത് 2 സയന്റിസ്റ്റുമാരാണ് ഈ എന്താ പറയാ ഈ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് ഗ്രാഫിക്കൽ അല്ലെങ്കിൽ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ സെറ്റിന്റെ ചെയ്യുന്നത് ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടാണ്. ആ റെക്ടാങ്കിളിന്റെ ഉള്ളിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനെയാണ് നമ്മൾ റെക്ടാങ്കിൾ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഓവൽ ഷേപ്പിൽ നമ്മൾ 2 സർക്കിൾസ് എടുക്കുന്നുണ്ട്. ആ 2 സർക്കിൾസ് എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് സെറ്റുകളാണ്. നമ്മൾ സെറ്റിന് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി എന്നങ്ങനെ പേര് കൊടുക്കാം. ഇനി എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്. എയും ബിയും 2 ഡിസ്ജോയിന്റ് സെറ്റുകളാണെന്നുണ്ടെങ്കിൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു എലമെന്റ് ഉണ്ടാവില്ല. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പൊ അതാണ് ഡിസ്ജോയിന്റ് സെറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വരച്ചിട്ടുണ്ട്, അതിനുള്ളിൽ എയും ബിയും ഉണ്ട്. അത് കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആക്കി വരച്ചിരിക്കുന്നത്. അടുത്ത എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഒരുമിച്ച് എനെയും ബിനെയും ചേർത്ത് ഒരുമിച്ച് എഴുതുന്നതിനെയാണ് എ യൂണിയൻ ബി എന്ന് പറയാം. ഇതിനെ നമുക്ക് വേറൊരു രീതിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്, ഇത് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ്, ഇത് നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റ്. ഇപ്പൊ എക്കും ബിക്കും നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആയതുകൊണ്ട് എനെയും ബിനെയും ചേർത്തിട്ട് നമ്മൾ ഒരൊറ്റ സെറ്റ് ആയിട്ടാണ് എഴുതുക. അതുകൊണ്ട് 2 സർക്കിളിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് സബ്സെറ്റിന്റെ റെപ്രസെന്റേഷൻ. അതായത് ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്ന സമയത്ത് എയുടെ ഉള്ളിലാണ് എന്ത് വരാ, ബി വരാ. എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ് ബി. അപ്പൊ എയുടെ ഉള്ളിലാണ് ബി വരയ്ക്കേണ്ടത്. അടുത്ത എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ
എ എന്ന് പറയുന്ന സെറ്റ് ഒഴികെ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ളതുകൊണ്ട് എ എന്ന് പറയുന്ന സെറ്റ് ഒഴിച്ചിട്ട് യൂണിവേഴ്സൽ സെറ്റിന് എന്ത് ചെയ്യാ, ഷെയ്ഡ് ചെയ്യാം. അടുത്ത എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ തന്നെയാണ്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന് നമ്മൾ എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്തു. നോക്കിയോക്ക്, ഇതാണ് എ യൂണിയൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോക്ക്, എയിലും ബിയിലും കോമൺ ആയിട്ട് ഉള്ള ഏരിയ. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ഈ എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ടുള്ള റീജിയൻ ഇല്ലേ, അതാണ് നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയണത്. നെക്സ്റ്റ് എ മൈനസ് ബി ആണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ എന്തിനെ ഒഴിവാക്കാം, എയിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കിയാൽ ബിയില് എയില് ബാക്കിയുള്ളത്. അപ്പൊ എയില് ബാക്കിയുള്ളത് ഏതാ, ഈ ഒരു പോർഷൻ ആണ് എയില് ബാക്കിയുള്ളത്. നെക്സ്റ്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി. ഈ എയും ഇതും ഉണ്ടാവും, ഇതും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം ഒഴികെ ബാക്കി നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന ചുറ്റുമുള്ളത്, അതാണ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അടുത്ത് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഉള്ള ഒരു ഭാഗം, അതാണ് നമ്മുടെ ഉള്ളില്. ഇപ്പൊ ഇതാണ് നമ്മുടെ എയും ബിയും രണ്ട് സെറ്റുകള്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും കോമൺ ആയിട്ട് ഉള്ളത്. അപ്പൊ കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗം മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ഇനി ഇതിന്റെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എ ഇന്റർസെക്ഷൻ ബി ആണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊഴികെ ബാക്കിയുള്ളത്, ഇതൊഴികെ ബാക്കി ഷെയ്ഡ് ചെയ്യാം. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റും കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്യണം കേട്ടോ. ഷെയ്ഡ് ചെയ്യുമ്പോ അടുത്ത എ യൂണിയൻ ബി യൂണിയൻ സി, മൂന്നെണ്ണം. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, സി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ 3 സർക്കിൾസ് ഇതുപോലെ വരയ്ക്കുക. അത് മൂന്നും യൂണിയൻ ആയതുകൊണ്ട് മൂന്നിലും കോമൺ ആയിട്ടുള്ളത്, അപ്പൊ അത് ഷെയ്ഡ് ചെയ്യാം. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള ഒരു റീജിയൻ, ആ റീജിയൻ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത എ യൂണിയൻ ബി യൂണിയൻ സി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും ആ 3 സർക്കിളും മൊത്തത്തിൽ വരും. ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ 3 സർക്കിൾ ഒഴികെയുള്ള ഭാഗങ്ങൾ, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിന്റെ ഭാഗം. അടുത്ത എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ആദ്യം ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. അതില് ഇതാണ് നമ്മുടെ 3 സെറ്റുകൾ. ഇത് എ, ഇത് ബി, ഇത് സി. ഇനി ഇതില് പറയുന്നത് ആദ്യത്തെ ബി യൂണിയൻ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിയും യുവും ഫുൾ ആയിട്ട് വരും, ബിയും വരും, സിയും വരും. ഇതാണ് ബി യൂണിയൻ സി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഇതൊരൊറ്റ സെറ്റ് ആയിട്ട് എടുക്കുക, ബി യൂണിയൻ സി. അതും എയുമായിട്ട് ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്, ഈ രണ്ട് പോർഷൻ ആണ് കോമൺ ആയിട്ട് വരുന്നത്. ഈ ഫിഗറിൽ ഡാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ രണ്ട് പോർഷൻ ആണ് കോമൺ ആയിട്ടുള്ള റീജിയൻ വരാം. അടുത്ത് എ യൂണിയൻ ബി, അതൊന്ന്. ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയും ബിയും യൂണിയൻ ചെയ്യാ, എ യൂണിയൻ സി എന്ന് പറയുമ്പോൾ എയും സിയും. ഇനി അവര് തമ്മിലുള്ള ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഡാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് വരാം.
അതേപോലെ തന്നെയാണ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ എയിലും ബിയിലും സിയിലും കൂടെ കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ് വൈറ്റ്. ഇനി അതിന്റെ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അതൊഴിച്ച് ബാക്കി വരുന്ന റീജിയൻ. ഇനി ലാസ്റ്റത്തെയാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. അതാണ് ബി യൂണിയൻ സി കാണാം, ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളത്. അത് എയുമായിട്ട് ഇന്റർസെക്ഷൻ ചെയ്യുക. അതാണ് ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അപ്പൊ എ യൂണിയൻ ബി ചെയ്യുക, അതുപോലെ എ യൂണിയൻ സി ചെയ്യുക. രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ളത് ഇന്റർസെക്ഷൻ എടുക്കുക. ഇത്രയുമാണ് നമുക്ക് വെൻ ഡയഗ്രത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൽ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനത്തെ ടൈപ്പാണ് നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ചെയ്ത് നോക്കാം. ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ദി സെറ്റ്. ദ നമ്പർ ഓഫ് ദി പ്രോപ്പർ സബ്സെറ്റ്. ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n ആണ്. പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n - 1 ആണ്. അപ്പൊ ഇതിൽ ഇട്ട് കൊടുക്കുക 2n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. തന്നിരിക്കുന്ന സെറ്റിൽ 1, 2, 3 എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ 3 - 1. 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ, 7. നെക്സ്റ്റ് എ കോമ ബി ആൻഡ് സി നോൺ എംപ്റ്റി സെറ്റ് ആണ്. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ, ഇത് നമ്മൾ പഠിച്ചതാണ്. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ആണ്. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇനി അടുത്ത മൂന്നാമത്തതാണ് വേർഡ് പ്രോബ്ലം ആണ്. ഇൻ എ ക്ലാസ് ഓഫ് 100 സ്റ്റുഡൻസ്, ഒരു ക്ലാസ്സിൽ മൊത്തം 100 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെ n ഓഫ് u എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അത് നമുക്ക് മൊത്തം തന്നിട്ടുണ്ട് 100 ആണ് തന്നിട്ടുണ്ട്. ഇനി 55 സ്റ്റുഡൻസ് ഹാവ് പാസ്ഡ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പൊ മാത്സില് 55 കുട്ടികൾ പാസ്സായി. അപ്പൊ n ഓഫ് m എന്ന് പറയുന്നത് 55 ആണ്. അതുപോലെ 67 സ്റ്റുഡൻസ് ഹാവ് പാസ്ഡ് ഇൻ ഫിസിക്സ്. ഫിസിക്സിൽ 67 കുട്ടികൾ ഫിസിക്സിൽ പാസ്സായി. അപ്പൊ n ഓഫ് p, ഫിസിക്സിന് p എന്ന് പറയുന്ന ലെറ്റർ എടുക്കുക. ഫിസിക്സ് is equal to 67. Then the number of students who passed physics only. ഫിസിക്സില് മാത്രം പാസ്സായത് എത്ര കുട്ടികളാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Then the number of students who have passed in physics only. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 55 സ്റ്റുഡൻസ് ഹാവ് പാസ്ഡ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് 67 സ്റ്റുഡൻസ് ഹാവ് പാസ്ഡ് ഇൻ ഫിസിക്സ്. പക്ഷെ ഫിസിക്സിൽ മാത്രമായിട്ട് എത്ര കുട്ടികളാണ് പാസ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ഓഫ് ഫിസിക്സിനും മാത്സിനും പാടെ m യൂണിയൻ p, അതായത് മാത്സും ഫിസിക്സും പാടെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. n ഓഫ് m പ്ലസ് n ഓഫ് p മൈനസ് n ഓഫ് a അല്ല m ഇന്റർസെക്ഷൻ p. ഇത് ഫോർമുലയാണ്. n ഓഫ്
എം യൂണിയൻ പി. അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എക്കും ബിക്കും പകരം എമ്മും പിയും വന്നേ ഉള്ളൂ. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എൻ ഓഫ് എം എന്ന് പറഞ്ഞാൽ 55 ആണ്, പ്ലസ് എൻ ഓഫ് പി എന്ന് പറഞ്ഞാൽ 67 ആണ്, മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ പി നമുക്കറിയില്ല. അപ്പൊ എം ഓഫ് എം ഇന്റർസെക്ഷൻ പി നമുക്കറിയില്ല. പകരം നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ എല്ലാ സ്റ്റുഡൻസും പാടെ 100 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് എൻ ഓഫ് എം യൂണിയൻ പി നമുക്കറിയാം 100 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക 100 എന്ന്. അപ്പൊ ഇത് ചെയ്യണ സമയത്ത് നമുക്ക് എം ഇന്റർസെക്ഷൻ പി, നമ്പർ ഓഫ് എം ഇന്റർസെക്ഷൻ പി കാണാൻ പറഞ്ഞ 55ഉം 67ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 122 എന്ന് കിട്ടും. ഇവിടുത്തെ പ്ലസ് 100 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 100 എന്നാവും. അപ്പൊ 122ൽ നിന്ന് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 22 എന്ന് കിട്ടും. അപ്പൊ 22 പേരാണ് മാത്സിലും ഫിസിക്സിലും പാടെ ജയിച്ചത്. നമുക്ക് ഫിസിക്സിൽ മാത്രമാണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്സിന്റെ എണ്ണം, അതിൽ നിന്ന് മാത്സും ഫിസിക്സും പാടെ ജയിച്ചവരുടെ എണ്ണം എന്ത് ചെയ്യാ, മൈനസ് ചെയ്യാ. അപ്പൊ 55 മൈനസ് 22 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 33 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 33 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 800 ബോയ്സ് ഇൻ എ സ്കൂൾ, ഒരു സ്കൂളില് 800 ബോയ്സ് ഉണ്ട്. അപ്പൊ 800 ബോയ്സ്, ടോട്ടൽ ബോയ്സിന്റെ എണ്ണത്തിന് നമുക്ക് എൻ ഓഫ് എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ടോട്ടൽ ബോയ്സ് എന്ന് പറയുന്നത് എൻ ഓഫ് എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ടോട്ടൽ ബോയ്സ് 800 ആണ്. പിന്നെ നമുക്ക് പറയണത് ഇതില് ഇൻ എ സ്കൂൾ 224 പ്ലേഡ് ക്രിക്കറ്റ്. അപ്പൊ 224 പേര് ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ക്രിക്കറ്റ് കളിക്കണവരിന് നമുക്ക് എൻ ഓഫ് സി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എൻ ഓഫ് സി ഇസ് ഈക്വൽ ടു 224. അതേപോലെ ഹോക്കി കളിക്കുന്നവര് പറയുന്നുണ്ട്. ഹോക്കി കളിക്കുന്നവര് 240 പേരാണ്. ബാസ്കറ്റ് ബോൾ കളിക്കുന്നവര് 336 പേരുണ്ട്. ഇനി ബാസ്കറ്റ് ബോളും ഹോക്കിയും കളിക്കുന്ന ആൾക്കാരുണ്ട്, രണ്ടും ചേർന്ന്. അപ്പൊ രണ്ടും ചേർന്നിട്ടായതുകൊണ്ട് ഇന്റർസെക്ഷൻ, രണ്ടും ബാസ്കറ്റ് ബോളും ഹോക്കിയും കളിക്കുന്ന 64 പേരുണ്ട്. അതുപോലെ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്ന 40 പേരുണ്ട്. അതേപോലെ തന്നെ ക്രിക്കറ്റും വോളിബോളും കളിക്കുന്ന 80 പേരുണ്ട്. ഇനി ക്രിക്കറ്റും വോളിബോളും അതുപോലെ ഹോക്കിയും, ഈ മൂന്നും കളിക്കുന്ന 24 പേരുമുണ്ട്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ദ നമ്പർ ഓഫ് ബോയ്സ് ഹൂസ് ഡിഡ് നോട്ട് പ്ലേ എനി ഗെയിം. ഈ ബോയ്സിൽ ഒരു ഗെയിമും കളിക്കാത്ത എത്ര പേരുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരു കളിയും കളിക്കാത്ത എത്ര പേരുണ്ട് എന്ന് കാണാൻ
നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എത്ര പേര് കളിക്കുന്നവരുണ്ടെന്ന് കണ്ടുപിടിക്കാം. അത് നമുക്ക് ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കളിക്കാത്ത ബോയ്സിന്റെ എണ്ണം കിട്ടും. അപ്പൊ എത്ര പേര് കളിക്കുന്നുണ്ട് ഈ 3 കളിയും പാടെ ചേർന്ന് നോക്കാൻ, n ഓഫ് ക്രിക്കറ്റ് യൂണിയൻ, ഹോക്കി യൂണിയൻ, ബാസ്കറ്റ്ബോൾ. ഇതിന്റെ ഇക്വേഷൻ വന്നിട്ട് n ഓഫ് സി പ്ലസ് n ഓഫ് എച്ച് പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് ബി ഇന്റർസെക്ഷൻ എച്ച് മൈനസ് n ഓഫ് സി ഇന്റർസെക്ഷൻ ബി മൈനസ് n ഓഫ് ബി ഇന്റർസെക്ഷൻ എച്ച് പ്ലസ് n ഓഫ് സി ഇന്റർസെക്ഷൻ എച്ച് ഇന്റർസെക്ഷൻ ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ഞാൻ ആ ഇക്വേഷൻസിൽ ഫോർമുലാസിൽ കാണിച്ചതിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഇക്വേഷൻസിൽ നമ്മൾ അടുത്തത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. n ഓഫ് സി എന്ന് പറയുമ്പോൾ 224 പ്ലസ് n ഓഫ് എച്ച് എന്ന് പറയുന്ന സമയത്ത് 240, n ഓഫ് ബി എന്ന് പറയുമ്പോൾ 336 മൈനസ് ബി ഇന്റർസെക്ഷൻ എച്ച് എന്ന് പറയുന്നത് 64, അതുപോലെ സി ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 80, മറ്റേത് 40, പിന്നെ പ്ലസ് എല്ലാറ്റിന്റെയും ഇന്റർസെക്ഷൻ വരുന്നത് 24. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ടോട്ടൽ നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 640 എന്ന് കിട്ടും. അപ്പൊ 640 ആണ് ഈ 3 കളിയും കളിക്കുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് ടോട്ടൽ നമുക്ക് ബോയ്സ് നമ്പർ ഓഫ് ബോയ്സ് തന്നിട്ടുണ്ട് 800 ആണ്. ആ 800ൽ നിന്ന് 640 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, ഫൈനൽ ആൻസർ 160 എന്ന് കിട്ടും. അപ്പൊ 160 പേരാണ് ഒരു കളിയും കളിക്കാത്ത ആൾക്കാർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് ദ നമ്പർ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ദ സെറ്റ്. ഒരു സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 4 എന്ന് തന്നിട്ടുണ്ട്. ഇത് നോൺ എംപ്റ്റി ആയിട്ടുള്ള ഒരു സബ്സെറ്റ് ആണ്. ഇതിൽ നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സബ്സെറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ 2n ആണ്. അപ്പൊ 2n എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി നോക്കുക, എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട്, 4 എലമെന്റ്സ് ആണ് സെറ്റിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ 4 എന്ന് കൊടുക്കുക. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 4 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 4 എന്തെന്ന് കിട്ടും, 16 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഇന്റലിജന്റ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ് ഈസ് എ നൾ സെറ്റ്, എ സിംഗിൾട്ടൺ സെറ്റ്, എ ഫൈനൈറ്റ് സെറ്റ്, നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. സെറ്റ് ഓഫ് ഇന്റലിജന്റ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എഴുതുന്ന സെറ്റ് ആവണം എന്നില്ല അടുത്ത ആൾ എഴുതുന്നത്. അതുകൊണ്ട് അത് നോട്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ് ആൻസർ വരാം. ഇനി അടുത്തത്, ഇഫ് എ ആൻഡ് ബി ആർ ഗിവൺ 2 സെറ്റ്സ്, എയും ബിയും 2 ഗിവൺ 2 സെറ്റ്സ് ആണ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്, അതായത് ബി കോംപ്ലിമെന്റ് ആണ്. ഇതാണ് അതിന്റെ ആൻസർ വരാം. അതായത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എംപ്റ്റി സെറ്റ്. താഴത്ത് തന്നിരിക്കുന്നതിൽ എംപ്റ്റി സെറ്റ് ഏതാ വരാന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം, എക്സ് ബിലോങ്സ് ടു ആർ. അതായത് ആർ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. റിയൽ നമ്പറിന്റെ സെറ്റിലെ ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്.
എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഈ -1 ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ +1 എന്നാവും. എക്സ് ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ √1, എക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പൊ ഒരിക്കലും എക്സ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു എംപ്റ്റി സെറ്റ് അല്ല. 1 എന്ന് പറയുന്നത് അതിലൊരു എലമെന്റ് ആണ്. അപ്പൊ എ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്തത് സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം. സി എന്ന് പറയുന്ന ഓപ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഈ -9 ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോയ +9. അപ്പൊ എക്സ് ഈക്വൽ ടു റൂട്ട് അപ്പുറത്ത് പോകുമ്പോൾ +or-√9 എന്ന് വരും. അപ്പൊ എക്സിന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ +3 അല്ലെങ്കിൽ -3 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ സെറ്റിന്റെ ഉള്ളിൽ 2 വാല്യൂ വരുന്നുണ്ട്, 3ഉം -3ഉം. അതുകൊണ്ട് അതൊരിക്കലും എംപ്റ്റി സെറ്റ് അല്ല. അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും റോങ് ആണ്. ഇനി നൺ ഓഫ് ദിസ് ആണ് ഓപ്ഷൻ ഡി. അതുപോലെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു -1. അപ്പൊ എക്സ് ഈക്വൽ ടു √-1. നമുക്കറിയാം റൂട്ടിന്റെ ഉള്ളിൽ -1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് എലമെന്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഈ സെറ്റ് എന്താണ്, എംപ്റ്റി ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 9ാമത്തെ പ്രോബ്ലം, എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് ആണെന്നുണ്ടെങ്കിൽ താഴത്ത് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഏതാണ്? എയും ബിയും ഈക്വൽ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ബി കൂടെ വരും. അപ്പൊ ഈക്വൽ സെറ്റ് പറയാൻ പറ്റില്ല. നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് എ യൂണിയൻ ബി ഈക്വൽ ടു എ ആണെന്നുണ്ടെങ്കിൽ അത് ബി സബ്സെറ്റ് ഓഫ് എ ആണ്. ബി എന്ന് പറയുന്നത് എന്റെ സബ്സെറ്റ് ആണെങ്കിലാണ് എന്ത് വരാ, എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ആയിട്ട് വരാം. ഇനി 10ാമത്തെ പ്രോബ്ലം, എൻ ഓഫ് യു നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 700 ആണ്. എൻ ഓഫ് എ തന്നിട്ടുണ്ട് 200 ആണ്. എൻ ഓഫ് ബി തന്നിട്ടുണ്ട് 300 ആണ്. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 100 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇത് കാണാണ് വേണ്ടത്. എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് ഒരു രീതിക്കും കൂടെ പറയാം, എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി എന്നും പറയാം. എൻ ഓഫ് യു മൈനസ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. യൂണിയൻ നമുക്ക് തന്നിട്ടുണ്ട് 700 ആണ് തന്നിട്ടുണ്ട്, മൈനസ് എൻ ഓഫ് എ തന്നിട്ടുണ്ട് 200 ആണ്, പ്ലസ് എൻ ഓഫ് ബി നമുക്ക് തന്നിട്ടുണ്ട് 300 ആണ് തന്നിട്ടുണ്ട്, മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 100 ആണ്. 700 മൈനസ് 200ഉം 300ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 ആണ്. 500ൽ നിന്ന് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 400. അപ്പൊ ആൻസർ 700 മൈനസ് 400 300 എന്ന് കിട്ടും ഫൈനൽ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ സി 300 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത്, ഇൻ റൂൾ മെത്തേഡ് ദ നൾ സെറ്റ് ഈസ് റെപ്രസെന്റഡ്. നമ്മൾ നൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന 5 വെച്ചിട്ടാണ്. വിച്ച് സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ദ ഗിവൺ സെറ്റ്? നമുക്ക് തന്നിരിക്കുന്നതിൽ ഏത് സെറ്റാണ് എന്താ പറയാ, വിച്ച് സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഓൾ ഗിവൺ സെറ്റ്? ഏത് സെറ്റ് തന്നാലും അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇത്.
the smallest a such that a union തന്നിട്ടുണ്ട് a union 1,2 എന്ന് പറയണത് നമുക്ക് തന്നിട്ടുണ്ട് എന്താ 1,2,3,5,9 ആണ് തന്നിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന സെറ്റും ഈ സെറ്റും കൂടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ചേർത്ത് ഒരൊറ്റ സെറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് എന്താ വരാ, ഈ 1ഉം 2ഉം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 3, 5, 9. ഇത് രണ്ടിന്റെയും യൂണിയൻ ആണ് എന്ത് 1,2,3,5,9 എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ഇതില് ഒരു 4 പ്രോബ്ലം കൂടെ ഉണ്ട്. ആ 4 പ്രോബ്ലംസ് നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്ത് നോക്കാൻ ഉള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാട്ടോ. താങ്ക് യു.